ഡോക്ടർ നുസ്രത്ത് ജഹാൻ പാകിസ്ഥാൻ ഇരന്ന് വാങ്ങിയതല്ലേ? മാത്രമല്ല മറ്റൊരു കാര്യം, അതായത് ഈ സംഘർഷത്തിൻ്റെ മറവിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമവും ബോധപൂർവം നടക്കുന്നു. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇന്ന് വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ നിരത്തുകയുണ്ടായി. ഇരന്ന് വാങ്ങിയതല്ലേ ഈ അടി, ഡോക്ടർ നുസ്രത്ത് ജഹാൻ? യെസ്, ഒരു യുദ്ധമുഖത്ത് രാജ്യം ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ വന്നിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ധൈര്യ. ഇപ്പൊ ഡൽഹിയിൽ ഇരിക്കുമ്പോൾ ഡൽഹിന്റെ ചുറ്റിലുമുള്ള എയർപോർട്ടുകൾ അടിച്ചു. ഇപ്പൊ ഡൽഹി ഹൈ അലേർട്ട് ഏരിയ ആണ്. അപ്പോ ഇതുപോലുള്ള ഒരു അവസ്ഥയിൽ നമ്മളൊക്കെ ഇരിക്കേണ്ട ഒരവസ്ഥ വന്നത്, നമ്മൾ പറയില്ലേ വടി കൊടുത്ത് അടി വാങ്ങുക. ഇതാണ് ഇപ്പം പഹൽഗാമിൽ നമ്മൾ അന്ന് കണ്ടത്. ആ 26 പേരെ കൊന്ന ഈ ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കണ്ടേ എന്നുള്ള 2 സംശയത്തിലാണ് ഇന്നിപ്പം കേരളത്തിലെ ജനങ്ങൾ, അല്ലെ? വിദേശകാര്യ വക്താവ് ഒരു പേപ്പർ കയ്യിൽ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ദ ഫോട്ടോസ് ഓഫ് മരിച്ച ഭീകരവാദികളുടെ മയ്യത്ത് നമസ്കാരം നടക്കുന്ന ഫോട്ടോ കയ്യിൽ പിടിച്ചിട്ടാണ് വിദേശകാര്യ സെക്രട്ടറി ഇന്ന് സംസാരിച്ചത്. ബിക്കോസ് ഹി ആൻസേർഡ്. ഞാനല്ല പറയണത്, വിദേശകാര്യ സെക്രട്ടറി ആൻസേർഡ്. ദർ ഈസ് എ റിലീജിയൻ ഫോർ ടെററിസം. ദിസ് ഷോസ് ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി സേസ്. വൈ? ബിക്കോസ് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ അന്നോളം ഇന്നോളം ഒരു മതസ്ഥരും ഒരാളും ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരിക്കലും ഇല്ല. ധർമ്മത്തെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഭീകരവാദികൾക്ക് വേണ്ടി ഒരു മതങ്ങളും ഒരു സംഘടനകളും ഈ മുസ്ലിം ഇപ്പൊ മുസ്ലിമിന്റെ വിരോധിയായി പറയും. ഇതാണെന്ന് ഫോറിൻ സെക്രട്ടറി പറഞ്ഞത്. ഭാരതത്തിനെ അടിക്കുക എന്നുള്ളത് തിരിച്ചു കൊടുക്കുന്നുള്ള അവര് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും ആൾക്കാരെ, ഇപ്പൊ കൊടും ഭീകരവാദിയായിട്ടുള്ള അയാളുടെ 10 പേരെ വീട്ടിൽ മരിച്ചു. അയാളെ മയ്യത്ത് നമസ്കരിക്കേണ്ടി വന്നു. ഇന്ത്യയുടെ മക്കളെ, ഭാരതാമ്മയുടെ മക്കളെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞതിന് സിന്ദൂർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷനിലൂടെ തന്നെ തിരിച്ചടിക്കുന്ന ശക്തി എത്രത്തോളം ആയിരിക്കും ആഴത്തിലും. ഇതുപോലെ മയ്യത്ത് നമസ്കാരം വഴിക്ക് നമസ്കരിക്കേണ്ട അവസ്ഥ പാകിസ്ഥാനിലെ തീവ്രവാദികൾ, പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെ ഉള്ളൂ തീവ്രവാദികൾ എന്ന് പറയാം. പിന്നെ ഇപ്പൊ നമ്മൾ ആരെയാ പറയാ? പറയാണ്ട പറ്റില്ല. പറയാന്ന് വെച്ചാൽ ഇത് വർഗീയത പറഞ്ഞു വന്ന് ഇപ്പൊ ഡെത്ത് ത്രെട്ട് വരെ, മെയിലുകൾ വരെ വരാൻ തുടങ്ങി എനിക്കൊക്കെ. ഇന്നിപ്പോ ഈ യുദ്ധം നമ്മൾ കിടക്കുന്നത്, ഞാനൊക്കെ ഇരിക്കുന്നത് ഒരു 6 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് പാർലമെന്റും എല്ലാം ഉള്ളത്. പക്ഷെ ഈ ഒരു ഡൽഹിയില് യുദ്ധത്തെ നമ്മൾ അറിയുന്നില്ല. വി ഡോണ്ട് ഫീൽ ലൈക്ക് ചുറ്റിലും യുദ്ധം നടക്കുമ്പോൾ. അത് ആരുടെ കഴിവാ? നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിന്റെ കഴിവാ. ഞാൻ മഹാത്മാ മോദി എന്നൊരു പുസ്തകം കഴിഞ്ഞ വർഷം വേൾഡ് ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്തപ്പോ എനിക്ക് കിട്ടിയ തെറിവിളി എത്രയറിയോ? മഹാത്മാ ആക്കി ഞാൻ മോദിയെ. മഹാത്മാന്ന് ഇന്ന് വിളിക്കേണ്ട അവസ്ഥ നമ്മൾക്ക് വന്നിരിക്കുക. കാരണം അദ്ദേഹം ഉറങ്ങാതെ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി ലോകത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള. ഇന്ത്യക്ക് മാത്രമല്ല, ഭാരതത്തിന്റെ ശക്തി, സ്പിരിച്വാലിറ്റിയിലൂടെയുള്ള ശക്തി, അതാണ് ഭാരതം ഇന്ന് സനാതന ധർമ്മത്തിന്റെയും ഭാരതം എവിടെ നിൽക്കുന്നു, ലോകത്തിന്റെ ഉച്ചിയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു സിഗ്നൽ മാത്രമാണ് പാകിസ്ഥാനിന്റെ ഇത്രയും 55 ഡ്രോണുകളെ തകർത്തത് ഭാരതം. മിസൈൽ യൂസ് ചെയ്യാന്ന് പറയുമ്പോ ഇവര് വിചാരിച്ചിട്ടുണ്ടാവും ഭാരതത്തിനോട് കളിക്കുന്ന എല്ലാ രാജ്യവും. ഭാരതത്തിന്റെ വിശ്വാസത്തില്, ഈ ഒരു ദൈവിക വിശ്വാസത്തിൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവങ്ങളുടെ കയ്യിലും ആയുധങ്ങളാ. ആ ആയുധങ്ങളെ പേര് യൂസ് ചെയ്ത വെപ്പൺസ് ആണ് ഇന്ത്യ ഗവൺമെന്റ് യൂസ് ചെയ്തത്. ഇന്നലെ എന്താ യൂസ് ചെയ്തത്? സുദർശന ചക്ര മിസൈൽ യൂസ് ചെയ്തിട്ടാണ് ഫുൾ 15 സിറ്റികൾ ആക്രമിക്കാൻ വന്ന 55 ഡ്രോണുകളെ തകർത്തത്. നുസ്രത്ത് ജഹാൻ, ഈ സുദർശന ചക്രം എന്നൊന്നും പറയുന്നത് ഇവിടെയുള്ള പാക് അനുകൂലികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെയൊരു വ്യാഖ്യാനം എന്തിനാണ് കൊടുക്കുന്നത്? റഷ്യയിൽ നിന്ന് കോടികൾ കൊടുത്ത് വാങ്ങിയതല്ലേ, എന്തിനാണ് സുദർശന ചക്രം എന്ന് പറയുന്നതെന്നൊക്കെയാണ്
ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ മതേതരായിട്ടുള്ള അങ്ങനെ അവകാശപ്പെടുന്ന കുറെ പേരുണ്ടല്ലോ, അവർക്കൊന്നും മതേതരൊന്നും കാണുന്നില്ല. സുദർശനം ഉൾക്കൊള്ളാൻ പറ്റാത്തപ്പം കുറെ പറഞ്ഞു. പക്ഷെ 24 hours കേരളത്തിലെ മതേതര ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫേസ്ബുക്കില്. ജീവിതത്തിൽ ആദ്യമായിട്ട് പിന്നെ പൊളിറ്റിക്സിൽ വന്നതിന്റെ ശേഷം തെറി കിട്ടാത്ത ഒരു 24 മണിക്കൂർ എനിക്ക് കടന്നുപോയി. എന്റെ ഒരു പോസ്റ്റിന്റെ താഴെയും നരേന്ദ്രമോദിന്റെ ഫോട്ടോന്റെ താഴെയും സിന്ദൂരത്തിന്റെ താഴെയും ഒന്നും ഒരു തെറിയുമില്ല, ഒരു ആക്രാന്തവും ഇല്ല. അപ്പൊ ഇവർക്കൊക്കെ ഇതിനെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് ഓരോരുത്തരുടെ തീരുമാനമല്ല. ഈ സൈബർ ആക്രമണം ഈ ഭാരതത്തിനോട്, ഈ നരേന്ദ്രമോദിയോട്, ഈ ഹിന്ദുക്കളോട് ഉള്ള ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്ന വലിയൊരു നേതാവ് ഇവർക്കുണ്ട്. അവരോട് പറഞ്ഞു, ഇവിടെ ഇന്ത്യ തിരിച്ചടിച്ച രാത്രി, ആ രാത്രി തൊട്ടിട്ട് സുഡാപ്പിളൊക്കെ ഉറങ്ങി. ഈവൻ പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി വരെ അന്ന് രാവിലെ 11:30 മണിക്ക് ഒരു പോസ്റ്റ് ഇട്ട്. നമ്മളൊക്കെ പുലർച്ചെ, ഞാൻ ശ്രദ്ധിച്ചു നിങ്ങളെ പോസ്റ്റ്, നമ്മളൊക്കെ പോസ്റ്റ് 4 മണി 3:30 മണി തൊട്ടിട്ട് നമ്മളൊക്കെ ഫേസ്ബുക്കിൽ ലൈവായിരുന്നു. കാരണം അത് നമ്മളെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ആ സമയങ്ങളിൽ ഉണർന്ന് നമ്മൾ എന്താ ചെയ്യുമ്പോ ഒരു ഫേസ്ബുക്ക് എടുത്ത് നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് പ്രാർത്ഥിക്കാൻ എണീക്കുമ്പോ. അതുകൊണ്ടാണ് കണ്ടത്. അപ്പൊ ഇവർക്കൊക്കെ ഇവർ അറിഞ്ഞതേ ഇല്ല. ഇനി ഇവര് വല്ല ടൂറും വേറെ വല്ല സ്ഥലത്തേക്ക് പോയോ ഒന്നും അറിയില്ല. അപ്പൊ ഇവർക്ക് ഈ സുദർശന ചക്രം, ഭാരതത്തിന്റെ സൈന്യത്തിന്റെ പേരെല്ലാം മഹാഭാരത യുദ്ധത്തിന്റെ സൈന്യങ്ങളെ പേര് എന്നെക്കാളും പറഞ്ഞുതരാൻ മേജർ രവി സാർ അവിടെ ഉണ്ട്. പറഞ്ഞുതരൂ എന്താ ഇല്ലാത്ത ഭാരതത്തിന് എന്തുകൊണ്ടാണ്? അതൊക്കെ എങ്ങനെ എന്നാലും ഇവര് ഇന്ദിരാഗാന്ധി നെഹ്റു ഒക്കെ സ്വീകരിച്ചു. അപ്പൊ ഈ ഒരു പിന്നെ ഭാരതത്തിലെ സുദർശന ചക്രം കൊണ്ട് തന്നെ ശത്രുക്കളെ ഇല്ലാതാക്കുക, സ്പിരിച്വാലിറ്റി ആ മന്ത്രം യൂസ് ചെയ്തിട്ടാണ്. രാജ്നാഥ് സിംഗ് ഒരു പിന്നെ യുദ്ധവിമാനം കൊണ്ടുവന്നപ്പോ ഓം എന്ന് എഴുതിയിട്ട് അതിന് മാലയിട്ട് പൂജിച്ചപ്പോ ഇവിടെ ഭയങ്കര ട്രോളായിരുന്നു രാജ്നാഥ് സിംഗിന്റെ. അതൊക്കെ തന്നെ യൂസ് ചെയ്ത് എന്നിട്ട് സിന്ദൂരം മയക്കാൻ വേണ്ടി മയച്ച ഇവര് പെണ്ണുങ്ങളോട് പറഞ്ഞു, മോദിനോട് പറയും. അപ്പൊ മോദി ആ പെണ്ണുങ്ങളെ തന്നെ യൂസ് ചെയ്ത് സോഫിയ ഖുറേഷിയും വാമിക സിംഗും തന്നെ ഈ യുദ്ധത്തിന് പെണ്ണുങ്ങളോട് വീട്ടിൽ പോയിരിക്കാം. കഴിഞ്ഞ ആഴ്ച ഒരു ഉസ്താദ് നമ്മളോട് പറഞ്ഞു, പിന്നെ പെണ്ണുങ്ങൾക്ക് അധികാരം കൊടുക്കില്ല. ബംഗ്ലാദേശിലെ ഉസ്താദ് പറഞ്ഞു, പണ്ഡിറ്റ് പറഞ്ഞു, പെണ്ണുങ്ങളെ രാജ്യഭരണത്തിലും തുല്യ അവകാശം കൊടുക്കൂല ഞങ്ങള്. അപ്പൊ ഇതെല്ലാം മതല്ലേ? മതമില്ല മതേതരം ആരാണ് ഇവർക്ക് പേരിട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാണത്. ഈ മതേതരം പറയുമ്പോ ഇവര് മാത്രമേ ഇതൊക്കെ പറയുള്ളൂ. പെണ്ണ് പ്രസവിക്കാൻ പറ്റൂല. പെണ്ണ് പ്രസവിക്കാൻ പറ്റൂലെങ്കിൽ ഈ ആ പറഞ്ഞ AP-യുടെ മകനാ ഹക്കീം ഉസ്താദ്, അയാളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന ഇസ്ലാമിക രാജ്യം തന്നെ, ലോകത്തിലെ ആദ്യത്തെ ഇസ്ലാമിക പ്രധാനമന്ത്രി, വെൽ എഡ്യൂക്കേറ്റഡ് പ്രധാനമന്ത്രി ബനസീർ ഭൂട്ടോ 3 പ്രസവിച്ച പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ അവരെ പാർട്ടിയുടെ പേര് PPP എന്നാ. ആ പാർട്ടി തന്നെ പെർമനന്റ്ലി പ്രഗ്നന്റ് പ്രൈം മിനിസ്റ്റർ എന്നുള്ള പേരും കൊടുത്തു. അവര് 3 പ്രസവിച്ച ലീവ് എടുത്ത് പോയിട്ടാ. ഒരു ദിവസം ലീവ് എടുത്ത് അന്ന് തന്നെ മൂത്ത മകൻ ഇപ്പൊ നമ്മുടെ പുഴയിൽ രക്തം ഒഴുകും, വെള്ളം കൊടുത്തില്ലെങ്കിൽ രക്തം ഒഴുകും എന്ന് പറഞ്ഞ ബിലാവൽ ഭൂട്ടോനെ പ്രസവിച്ചത് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു ദിവസത്തെ ലീവ് എടുത്ത് പോയിട്ടാ ബനസീർ ഭൂട്ടോ. ഇസ്ലാമിക രാജ്യ. അപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രം ഒരു അധികാരം ഒരു സ്ഥാനത്ത് വന്നൂടാ. ഇന്ത്യയിലെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് അധികാരം ഇല്ല എന്ന് പറയണേന് മോദി ഇന്ത്യയിലെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഭാരതത്തിലെ മുസ്ലിം സ്ത്രീകളുടെ ശക്തിയാണ് മോദി തന്നത്. ആ മോദി വന്ന ഏറ്റവും അധികം നമ്മൾ പൂജിക്കേണ്ട ഇന്ന് മോദിയെ തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും നുസ്രത്ത് ജഹാന്റെ സംസാരം വളരെ പരിതാപകരമാണ്. ഇതല്ല ഇവിടെ വേണ്ടത്. നുസ്രത്ത് ജഹാൻ സംസാരിച്ച രീതി ഇതല്ല. ഇതല്ല ഇവിടെ ആവശ്യമുള്ളത്. ഒരു നിമിഷം നമുക്ക് ആവശ്യമുള്ളത് ഇന്ന് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം വളരെയേറെ ഒരു നിമിഷം ശ്രീ മൗലവി പ്രധാനമന്ത്രി ഓർഡർ കൊടുക്കാതെ ഇവിടെ മൗലവി സംസാരിച്ചതല്ല. നുസ്രത്ത് ജഹാൻ അല്ല, നുസ്രത്ത് ജഹാൻ അല്ലെന്നേ, അങ്ങനെ പറയില്ലെന്നേ, അങ്ങനെ പറയില്ല. രാജ്യം നേരിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജമാലുദ്ദീൻ മൗലവി ഒന്ന് മനസ്സിലാക്കണോ? ഞാൻ 6 വയസ്സിൽ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ സമയത്ത് 6 വയസ്സിൽ മദ്രസിൽ പോയപ്പോ എന്റെ മദ്രസ എന്നോട് മലയാർ എന്നോട് പറഞ്ഞത്, കാഫിറുകളായി പോകും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാല്,
ആ കാഫിറായി പോകാണ്ടിരിക്കാൻ ആ കാഫിർ ആരാന്ന് ചോദിച്ചപ്പോ ഹിന്ദുക്കളൊക്കെ കാഫിറ, അവരൊക്കെ നരകത്തിലാ, നീയും നരകത്ത് പോ. അന്ന് മൊയ്യാരോട് അടിയുണ്ടാക്കി ഇറങ്ങിയ അത് അടിയുണ്ടാക്കി പോകുന്നതുകൊണ്ടാണ് കാഫിറുള്ളത്. എന്താ കാലിമ ചൊല്ലിച്ചാടിയിരുന്നല്ലോ പഹൽഗാമില്. ഉസ്താദെ വളരെ ബഹുമാനത്തോടെ ചോദിക്കാം, ബഹുമാനത്തോടെ ചോദിക്കാം. പഹൽഗാമില് കാലിമ എന്ത് മതേതരം കാലിമ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ രാഷ്ട്രമായ പാകിസ്ഥാൻ നമ്മെ ആക്രമിക്കാൻ വരുമ്പോൾ ഇന്ത്യയിലെ ജനിച്ചു വീണ പിറന്നു വീണ ഓരോ മനുഷ്യനും, അത് മുസൽമാനാവട്ടെ, ദളിതനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, ആര് തന്നെ ആയിക്കൊള്ളട്ടെ, എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി അതിനെതിരെയാണ് പ്രതികരിക്കേണ്ടത്. അതല്ലാതെ അവിടെ ഒരു വർഗീയപരമായ ഒരു ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് വളരെ ഖേദകരമാണ്. ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. തന്നെയാണ് മാറ്റി നിർത്തി കലിമ ചെല്ലാൻ അറിയണവരെ മാറ്റി നിർത്തിയിട്ട്. കാശ്മീരില് എത്രയോ സുഹൃത്തുക്കളുണ്ട്, നല്ല നല്ല മുസ്ലിങ്ങളുണ്ട്. അവര് പറയാ അവിടുത്തെ ഡോക്ടേഴ്സിന് എനിക്കറിയാം, മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്ന ഈ മരിച്ച ആൾക്കാരുടെ അടിവസ്ത്രം ഊരിയിട്ടുണ്ടായിരുന്നു. അവർ കറക്റ്റ് ആക്കാണോ നോക്കാൻ വേണ്ടി. ഒരു യുദ്ധ പശ്ചാത്തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും മതേതരത്തിന്റെ പേരിലായിരുന്നില്ല കൊന്നത്, മതത്തിന്റെ പേരിലായിരുന്നു. കാലിമ ചെല്ലാൻ അറിയാത്തവനാണ് അവിടെ മരിച്ചു വീണത്. അവരെ പെണ്ണുങ്ങളോട് പോയി നിന്റെ മോദിയോട് പറയുന്നവരുടെ. അപ്പൊ എന്റെ മോദി, എന്റെ പ്രധാനമന്ത്രി, എന്റെ ഇന്ത്യന്റെ പ്രധാനമന്ത്രി മഹാനാണ്. ഞാൻ നിൽക്കുന്ന 400 കിലോമീറ്ററിന്റെ ചുറ്റും യുദ്ധം നടക്കുക. ഈ ഡൽഹി സിറ്റിയിൽ അത് അറിയിക്കുന്നില്ല. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ അജിത് ഡോവൽ, ഇവരൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട. അവരെ സമ്മതമില്ലാതെ ഒരു മിലിറ്ററിയും പോയിട്ട് അവിടെ മിസൈൽ ഇടൂല. പെണ്ണുങ്ങളെ തന്നെ പറഞ്ഞയക്കണം. സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗിനും തന്നെ പറഞ്ഞയച്ച് പെണ്ണുങ്ങൾ മറുപടി കൊടുക്കണം. ഭാരതം ഭാരതാമ്മയുടെ നാട്, ഭാരതം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ ബഹുമാനിക്കുന്ന നാട്, നാരി ശക്തി. ഇത് തന്നെയാണ് നമ്മുടെ നാടിന്റെ രാജ്യത്തിന്റെ മുന്നേ. ശ്രീ മൗലവി, ഞാൻ തിരിച്ചു വരാം. ഒരു മിനിറ്റ് ശ്രീ മൗലവി ഇങ്ങനെ സംസാരിക്കാതെ ഇതിന് ഒരു നിയതമായിട്ടുള്ളൊരു വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ ഒരു അതിഥി സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കട്ടെ. താങ്കൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ, വിയോജിപ്പുണ്ടെങ്കിൽ അത് താങ്കൾക്ക് അനുവദിക്കപ്പെടുന്ന സമയത്ത് ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാം, രേഖപ്പെടുത്താം. അതിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ ഇടക്ക് കയറി സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അവർക്കൊരു അവിയൽ പരുവത്തിലുള്ള ഒരു ബൈ പ്രൊഡക്റ്റായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് താങ്കൾ സ്വയം മിതത്വം പാലിക്കുക.